ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വയ്ക്കാം. ഇവിടെ എപ്പോഴും മെഴുക്ക് പുരട്ടിയും തോരനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലും മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ ആക്കി. ഓരോ സാധനങ്ങൾ കുമ്പളങ്ങ തോരൻ അല്ലെങ്കിൽ കപ്പളങ്ങ തോരൻ അങ്ങനത്തെയൊക്കെയാണ് നാടൻ ഭക്ഷണങ്ങളാണ് ഇവിടെ നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത്. നാടൻ കറികളും ചക്കയായ ചക്കക്കുരു മാങ്ങ നല്ല തോരൻ ചക്കക്കുരു കറി അങ്ങനെയൊക്കെയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെപ്പോഴും നാടൻ ഭക്ഷണങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇറച്ചി മീനൊക്കെ വളരെ അങ്ങനെ ഇഷ്ടമില്ല ആർക്കും. മീനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആരും താല്പര്യമില്ല. അതേസമയത്ത് ഒരു പച്ചക്കറി ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടും പച്ചക്കറി തന്നെ വയ്ക്കുന്നത്. തോരനും ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി തോരൻ, അതിനൊരു മോരുകറി അങ്ങനെയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖങ്ങളും വളരെ കുറവാണ്. വലിയ അസുഖങ്ങളൊന്നുമില്ല. നമ്മൾ ആ ചെറിയ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും നമ്മൾ ലിമിറ്റിനനുസരിച്ചിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. കളയാൻ നമ്മൾ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടാൻ വേണ്ടി ഉണ്ടാക്കലില്ല. എന്നുവെച്ചാൽ അതൊക്കെ കളയാൻ നമുക്ക് കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്. നമ്മളിത് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരുന്ന സാധനം ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മാത്രം പോരല്ലോ, ആ പൈസ മാത്രം പോരാ. ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ വേണം, മുളക് വേണം, അല്ലെങ്കിൽ ഇതിന് വേണ്ട എല്ലാ കടുകടക്കമുള്ള സാധനങ്ങൾ നമുക്കിതിന് വേണം. അപ്പോൾ അതെല്ലാം നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് ഇത് നമ്മൾ പേസ്റ്റ് കൊട്ടയിൽ കൊണ്ടിട്ടൊരു കാര്യമുണ്ടോ? അത് നമ്മൾ ഇവിടെ എപ്പോഴും ഭയങ്കര കോലാഹലം കേട്ടോ. വർത്താനായിട്ട് അതായിട്ട് അങ്ങനെ TV വെച്ചിട്ടായിട്ടും പുറത്തുനിന്ന് വണ്ടി പോകുന്നതും ഹോൺ അടിക്കുന്നതും എല്ലാ ശബ്ദങ്ങളാണ്. എന്നാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ചെറിയ വീഡിയോകളാണെങ്കിലും അതെൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഇടുന്നതാണ്. പിന്നെ എൻ്റെ മൊബൈലിങ്ങനെ കളറൊക്കെ വ്യത്യാസമാണ്, നല്ലപോലെയൊന്നും കിട്ടുന്നില്ല. മൊബൈലിനൊക്കെ ഭയങ്കര പൈസ മേടിക്കാൻ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇതും കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. നല്ല മൊബൈലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം നല്ലപോലെ. ഇത് മൊബൈലിൽ ഒന്നാമത് നമ്മളൊരു വീഡിയോ ഫുള്ളും എടുക്കുമ്പോഴത്തേക്കും തന്നെ സ്റ്റോറേജ് നിറഞ്ഞിട്ട് നമുക്കത് പിന്നെ ബുദ്ധിമുട്ടാണ് എടുക്കാൻ. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുള്ള മൊബൈലും കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. എനിക്കെല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇതരിഞ്ഞ് മെഴുക്ക് പുരട്ടിയാക്കാം. ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, ഇത്തിരി കടുക് ഇട്ടു കേട്ടോ. എണ്ണ ചൂടാകുന്നതിന് മുമ്പ് ഇട്ടുകൊണ്ട് പൊട്ടാൻ കുറച്ച് താമസമായിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയണമെന്നും വിചാരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ അച്ചായൻ എന്ന് പറയുന്ന ഒരു നമുക്കെല്ലാവർക്കും, നമുക്കെന്നല്ല പാവങ്ങളെ സഹായിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കുത്തി പറയാൻ നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഓരോ ഓഹരി ആണ് മറ്റുള്ളവർക്ക്. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് കണ്ടാൽ നമുക്ക് കണ്ണുനീരൊഴുക്കാനല്ലാതെ നമുക്ക് 10 രൂപ സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഈ വേണ്ടാധീനം പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു 10 രൂപ കൊടുക്കാൻ പറ്റുമോ? ആ കൂട്ടത്തിലൊരു 10 രൂപ ഞാനും കൊടുക്കാമെന്ന് വിചാരിക്കാൻ. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ കൂലിപ്പണി എടുക്കുന്ന ആളാണ്. വീട്ടുപണിക്ക് പോകും, കൂലിപ്പണിക്ക് പോകും. എനിക്കൊന്നും ഒരു കാര്യത്തിന് നിവർത്തിയില്ല. നമ്മളെ കൊണ്ടൊന്നും ചെയ്താലും ഒന്നും എത്തൂല. ഇവിടെ പറ്റില്ല ചെയ്യാൻ. നമ്മളെ സഹായിക്കണം. ഞാനൊരു വീട് പണിയെടുത്തിട്ട് പകുതി പോലും ആയിട്ടില്ല. എത്ര വർഷം? 5 വർഷമായി ഒരു വീടിൻ്റെ പണി അങ്ങനെ കിടക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പലരോടും ചോദിച്ചു, എനിക്കൊരു 10 രൂപ ആരും തന്നില്ല. പക്ഷേ അച്ഛനെ പോലെ ഉള്ള ആൾക്കാരെ, അങ്ങനെ ചെയ്യുന്നവരെ എന്തിനാ വെറുതെ അങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? അവർ ചെയ്തോട്ടെ. ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു 10 പൈസ കൈ നീട്ടിയപ്പോലും കൊടുക്കില്ലല്ലോ. എൻ്റെ അനുഭവമാണത്. നമ്മൾ കൈ നീട്ടിയാൽ പോലും കൊടുക്കില്ല. പിന്നെ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ
അവരെന്തോ ചെയ്യുന്നവർ 10 രൂപ കൊടുത്തോട്ടെ, ഞാനോ കൊടുക്കുന്നില്ല. കൊടുക്കുന്നവർ 10 രൂപ കൊടുത്തോട്ടെ. ഞാനൊരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ കൈ നീട്ടി, എനിക്ക് ആവുന്നില്ല, ഞാൻ കൂലിപ്പണി എടുക്കുന്നുണ്ട്, എത്തുന്നില്ല. അപ്പോൾ ഞാൻ അതിനൊരു 10 രൂപ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എനിക്ക് കിട്ടിയാലൊന്ന് വീട് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോറ്റ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കോടികൾ സമ്പാദ്യമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. ആരും 10 രൂപ എനിക്ക് തന്നില്ല. സർക്കാരിൻ്റെ അടുത്തുനിന്ന് പോലും നമുക്കൊരു 10 രൂപ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ള, ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചേക്കുന്നതാണ്. ഒരു നല്ല മനസ്സുള്ള ഒരാളെ ദൈവം സൃഷ്ടിച്ചത്. നമുക്കൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഈ കൊടുക്കാത്ത, കോടികൾ കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാർക്ക് ഒരു പാഠമായിട്ടാണ് അയാൾ. അതും കൂടി മനസ്സിലാക്കുക നമ്മൾ. ദൈവം അയാളെ അങ്ങനെ സൃഷ്ടിച്ചത് ഒരു പാഠമാണത്. ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ, അദ്ദേഹത്തിന് ഇഷ്ടം പോലെയാണ് സാറിന് കിട്ടുന്നത്, ഇഷ്ടം പോലെ. നല്ലൊരു മനുഷ്യൻ എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. അതിനിടയ്ക്കാണ് അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ ജീവിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ, നമ്മളൊരു 15 വയസ്സ് മുതൽ കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ കൂലിപ്പണിയെടുത്ത് കുടുംബം നോക്കാൻ തുടങ്ങി. ഞാനൊന്നും പഠിക്കാൻ പോലും പോയിട്ടില്ല 15 വയസ്സുള്ള കാലത്ത്. അതിനു മുമ്പ് ഒരു 7 വയസ്സ് പ്രായം മുതൽ ഞാൻ എൻ്റെ വീട്ടുപണി എടുത്ത് ജീവിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടുപണിയൊക്കെ ഞാൻ 7 വയസ്സിൽ ആരെങ്കിലും ചെയ്യുമോ? ഇപ്പോൾ ഉള്ള കുട്ടികൾ പണ്ട് കാലത്ത് ചെയ്യും, ഇപ്പോൾ ഉള്ള കുട്ടികൾ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ്, ഇന്നും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഞങ്ങൾ കുടുംബം ബന്ധമൊക്കെ വേർപെടുത്തി അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഞാൻ സ്വന്തം 20 വർഷം എൻ്റെ വെറുതെ പോയി ഭർത്താവിൻ്റെ വീട്ടിൽ. അതും എനിക്കൊരു പ്രയോജനം ഇല്ലാതെ 20 വർഷം പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ആ വീട് 5 സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാൻ തുടങ്ങിയത്. അതിലൊരു 10 നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില, കടുകിട്ട് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇത്ര സാധനം ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പം ഉപ്പും കൂടി ഇടാം. രാവിലത്തെ ഒരു കഷ്ണം പുട്ട് ബാക്കി വന്നു കേട്ടോ. ആ പുട്ട് നമുക്ക് പൊടിച്ചതിലേക്ക് ഇടണം. ഇത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ, മൂക്കല്ല, നല്ലോണം ഇത് വഴട്ടിയെടുക്കണം അല്ലേ, നല്ലോണം വഴട്ടിയെടുക്കുക എന്ന് പറയുക. അപ്പോൾ നമുക്കിത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, വഴട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പുട്ട് പൊടിച്ചിട്ട് അങ്ങോട്ട് ഇടാം. അതാണ് പുട്ടുപ്പുമാവ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാപ്സിക്കം ഇടാം, ഇതുപോലെ തന്നെ പച്ചക്കടല ഇടാം. പച്ചക്കടല എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് തന്നെ കിട്ടുന്ന കടല ഇടണം കേട്ടോ, അല്ലാതെ ഗ്രീൻ പീസ് ഉണങ്ങിയത് കൊള്ളത്തില്ല. പച്ചയ്ക്ക് കിട്ടുന്ന, പൊളിച്ച് നമ്മളെടുക്കുന്ന കടല അത് തന്നെ ഇടണം, പച്ച. നമ്മൾ ആരെയും ഒരു ദ്രോഹം പറയാതിരിക്കുക. നമുക്ക് ആരെ സഹായിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് കഴിയില്ല. അപ്പോൾ
സഹായിക്കുന്ന ആൾക്കാർ സഹായിച്ചോട്ടെ, അവർ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ കിഡ്നി മാറ്റി വെക്കാനായാലും എന്ത് കാര്യത്തിനായാലും ആൾക്കാർ സഹായിക്കാനായിട്ട്, അച്ചായനൊക്കെ എത്ര സഹായിക്കുന്നുണ്ട്. ഓരോ മക്കളൊക്കെ തളർന്ന് കിടക്കുന്നത്, ഭക്ഷണം കഴിക്കാനില്ല, വീടില്ല, ബാത്റൂമില്ല, ഇതെല്ലാം നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ. നമ്മൾ അവരെ ഒന്നും ഉപദ്രവിക്കുക, അവരെ വഴി തടസ്സപ്പെടുത്താതിരിക്കുക. അവർ മുമ്പോട്ട് പോട്ടെ, കിട്ടുന്നവർക്ക് കിട്ടട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഒരാളെ നമ്മൾ സഹായിച്ചിട്ട് ആണല്ലോ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക. ദൈവം ആരെയും ദ്രോഹിക്കാനല്ല, നമ്മളെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാളെ ചീത്ത പറയാനോ അവരെ കൊണ്ട് കൊള്ളരുതാത്ത പറയാനോ അവരുമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതിനൊന്നും അസൂയപ്പെടാതെ നമ്മളും അവരോട് സഹകരിച്ച് മുമ്പോട്ട് പോവുക. അച്ചായനൊക്കെ നല്ലയാളാണ്. എനിക്കൊരു പരിചയം ഇങ്ങനെ യൂട്യൂബിൽ കൂടിയുള്ള പരിചയമുള്ളൂ. യൂട്യൂബിൽ ഓരോരോ ഇത് കാണുന്ന പരിചയം, സഹായിക്കുന്ന ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്നും പറയാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ആരെയും അവരുടെ ജോലി തടസ്സപ്പെടുത്താതിരിക്കുക. അവർ നല്ലപോലെ തന്നെ ആൾക്കാരെ സഹായിക്കട്ടെ. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്താ വെച്ചാൽ നമുക്കൊന്നും കൊടുക്കാനില്ല, എന്നാൽ അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അർഹതപ്പെട്ടവർക്കൊക്കെ കിട്ടട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കതാണ് പറയാനുള്ളത്. ഇനി അങ്ങനെ ആരും അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കുക. അത് തന്നെ, അതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ കാര്യം, ഇടത്തരക്കാർ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം മറ്റുള്ള കുറച്ച് പൈസ ഉള്ളവർക്ക് അറിയില്ല. അത് എങ്ങനെയാണ് അവരുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് അവർക്കറിയില്ല. അവരിലേക്ക് ഇറങ്ങി ചെല്ലില്ല. ഇങ്ങനെ പുച്ഛിച്ച് തള്ളിപ്പോവില്ലേ ഉള്ളൂ. അവർക്ക് പണമുണ്ട് ഇഷ്ടം പോലെ, അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ അച്ചായനൊന്നും അങ്ങനെയല്ല. നമ്മൾ കണ്ടിടത്തോളം കാണുന്നിടത്തോളം നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ, സഹായിക്കുന്നുണ്ടല്ലോ. എന്ത് തെറ്റിപ്പുറത്ത് ചെയ്തു എന്നുള്ള ഓരോ വരുത്തി തീർക്കലാണ് അതെല്ലാം. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കാൻ ഒരു കളങ്കം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എനിക്ക് നല്ല അഭിപ്രായമാണ്. ഞാൻ കാണുന്നതും നല്ല അഭിപ്രായത്തിലാണ് ഓരോ സഹായിക്കുന്നതും ഒക്കെ. അപ്പം റവ ഉപ്പുമാവിനുള്ളതാണ് ഇത്. നമുക്ക് നല്ലോണം വറുത്ത് എടുക്കാം. വെള്ളം നല്ലോണം തിളക്കട്ടെ.